ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് മഴക്കാലത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. നമ്മൾ മഴക്കാലത്ത് നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് തുണികൾ ഉണക്കിയെടുക്കുക എന്നുള്ളത്. അത് വളരെ എളുപ്പമാക്കാനുള്ള നല്ല കിടിലൻ ടിപ്സ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ മഴക്കാലത്തൊക്കെ തുണികൾ ഇതുപോലെ അഴയിൽ വിരിച്ചിടുന്ന സമയത്ത് കുറച്ചധികം ഉള്ളപ്പോൾ നമുക്ക് എത്ര തന്നെ വാഷ് ക്ലിപ്പ് ഉണ്ടായാലും തികയില്ല. അപ്പോൾ ഇതുപോലെ പെന്നിന്റെ ക്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എത്ര തുണി വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മക്കളുടെ ടിക് ടാക് ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കാറ്റൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എത്ര ക്ലിപ്പ് നമ്മൾ ഇട്ട് കൊടുത്താലും അത് ചാടിപ്പോകും. പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. മഴക്കാലത്ത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള കുടകളും റെയിൻകോട്ടും ഒക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു കവർ നമ്മൾ മക്കളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളൊക്കെ ആണെങ്കിൽ അത് സേഫ്റ്റി ആയിട്ട് വെച്ചിട്ട് പിന്നെയും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതുപോലെ കുടയ്ക്ക് കവർ ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ ബാഗിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബാഗൊന്നും നനയാതെ അവർ സേഫ്റ്റി ആയിട്ട് ബുക്സൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിവിടെ കാണിക്കുന്നത് വേറൊരു ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാട്ടർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ മഴ സമയത്ത് യാത്ര പോകുമ്പോൾ കുട നനയുകയാണെങ്കിൽ പിന്നെ അത് എവിടെയെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും, നനവുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലൊരു വാട്ടർ ബോട്ടിൽ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ബാഗിലൊക്കെ സേഫ്റ്റി ആയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് എടുത്തത് കുറച്ച് വലിയ കുടയായതുകൊണ്ടാണ് എനിക്കിത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. ഇതിനേക്കാളും ചെറിയൊരു കുടയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ട് ഈ മേലെയുള്ള പോർഷൻ ഒന്ന് അടച്ചു വെച്ചാൽ സേഫ്റ്റി ആയിട്ട് അവിടെ ഇരുന്നോളും. ഒരു തുള്ളി പോലും വെള്ളം പുറത്തേക്ക് പോവില്ല. അതുപോലെ തന്നെ നനഞ്ഞ കുട നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് വരാതെ ഇതുപോലെ ഒന്ന് കുപ്പി മുറിച്ചു കൊടുത്ത് രണ്ട് ഭാഗത്തും ഒരു നൂല് വെച്ച് കെട്ടി കൊടുക്കുകയാണെങ്കിൽ സേഫ്റ്റി ആയിട്ട് നമുക്കത് പുറത്ത് തന്നെ വെക്കാം. വെള്ളം ഇതുപോലെ താഴോട്ടാക്കി വെക്കുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് ആ ക്യാപ്പിന്റെ ഭാഗത്തേക്ക് വരും. അപ്പോൾ ആ ക്യാപ്പ് തുറന്നിട്ട് നമുക്ക് വെള്ളം കളയാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ സോപ്പ് എത്ര തന്നെ എടുത്തു വെച്ചാൽ ഈ മഴ സമയത്ത് വല്ലാത്തൊരു വഴുവഴുപ്പും അതുപോലെ തന്നെ പെട്ടെന്ന് അത് അലിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇതുപോലെ ഒന്ന് ബോട്ടിൽ മുറിച്ച് അതിൻ്റെ മുകളിലത്തെ പോർഷൻ ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സോപ്പിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ മുറിച്ചൊരു ബോട്ടിലിൻ്റെ പീസ് ആയതുകൊണ്ടാണ് അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ മുറിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വലുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകൾ പോർഷൻ ഇതുപോലെ തലകീഴായി വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി മുറിച്ചത് കൊണ്ട് അത് വെച്ചിട്ട് കാണിച്ചു തരുന്നു എന്ന് മാത്രം. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് അത് ഇറങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ സ്ക്രബ്ബറും സോപ്പും ഒക്കെ ഈ രീതിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള വെള്ളമൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. മഴക്കാലമായാൽ തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലും അലമാരയുടെ ഉള്ളിലും റൂമിലും ഒക്കെ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അല്ലേ. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സോപ്പിൻ്റെ കവർ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഉപ്പിനും ബേക്കിംഗ് സോഡയ്ക്കും ബാഡ് സ്മെല്ലിന് വലിച്ചെടുക്കാനുള്ള നല്ലൊരു കഴിവുണ്ട് കേട്ടോ. ഈ സോപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 3 ഇൻഗ്രീഡിയൻസ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളെ മക്കളൊക്കെ ബുക്ക് അടുക്കി വെച്ചിട്ടുള്ള ഷെൽഫിൻ്റെ മുകളിലും അതുപോലെ തന്നെ നമ്മൾ തുണികൾ അടുക്കി വെച്ചിട്ടുള്ള അലമാരയുടെ ഇടയിലൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ഫ്രഷ് സ്മെല്ല് വരുന്നതാണ്. നിങ്ങൾക്ക് അലമാരയുടെ ഉള്ളിലായിട്ട് ഒരു 2-3 ചോക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈർപ്പത്തിനെ വലിച്ചെടുത്ത് നല്ല ഡ്രൈ ആയിട്ട് വെക്കാൻ അത് സഹായിക്കും. അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളെല്ലാവരും ഡോർമാറ്റൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. ബാത്റൂമിലും അതുപോലെ തന്നെ കയറി വരുന്ന സിറ്റ് ഔട്ടിലൊക്കെ വിരിച്ചിടുന്നതാണ്. ഈ മഴ സമയത്ത് പെട്ടെന്ന് അത് നനഞ്ഞ് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡോർമാറ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ മുകളിൽ നല്ല നനവുള്ള സമയത്ത് ഒരു ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അമിതമായിട്ടുള്ള വെള്ളമൊക്കെ അത് വലിച്ചെടുക്കും കേട്ടോ. കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുന്നതാണ്. ഈ മഴക്കാലത്ത് നമ്മൾ ഡോർമാറ്റൊക്കെ അലക്കിയിടുകയാണെങ്കിൽ ഒരു 2-3 ദിവസം ആവില്ല എന്തായാലും ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു പഴയ നൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ഡോർമാറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാനിപ്പോൾ നൈറ്റി കട്ട് ചെയ്തിട്ടല്ല കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സിബിൻ്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കുകയാണെങ്കിൽ അലക്കിയിട്ടാൽ നമുക്കൊരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടുന്നതാണ്.
അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ അല്ലേ? ഇതുപോലെ നിങ്ങൾക്ക് ടീഷർട്ട് വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. മഴക്കാലമായാൽ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ബാഡ് സ്മെല്ല് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കംഫർട്ടാണ്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ തുണികളിൽ നിന്ന് വരുന്ന ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നതാണ്. മാത്രമല്ല തുടയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ മെഴുകുതിരിയൊക്കെ കുറച്ചധികം മഴക്കാലത്ത് വാങ്ങിച്ച് വെക്കുമല്ലേ, അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കത്തിത്തീരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതുപോലെ കുറച്ച് സമയം നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കുറേ സമയം അത് നിന്ന് കത്തുകയും ചെയ്യും. ഇതുപോലൊരു മൺചിരാതിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് എവിടെയും ഒറ്റിപ്പോകാതെ നല്ല നീറ്റായിട്ട് നമുക്ക് ഫ്ലോറൊക്കെ ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് തന്നെയാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. തുടർച്ചയായി മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ കറണ്ട് പോയാൽ ഇൻവെർട്ടറും അതുപോലെ തന്നെ ബൾബൊക്കെ ആശ്രയിക്കാറുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ ചാർജും തീരുമ്പോൾ എല്ലാവരും ആശ്രയിക്കുന്ന ഒന്നാണ് മെഴുകുതിരി. അത് കുറച്ച് കത്തി തീരുമ്പോൾ പിന്നെ നമ്മളത് യൂസ് ചെയ്യാതെ വേറെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ചെറിയ മെഴുകുതിരി വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം മുഴുവനും കത്തിക്കാൻ പറ്റിയാൽ അത് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് കുറച്ച് എംസാൻഡ് യൂസ് ചെയ്യാത്തൊരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒഴിവാക്കിയിട്ടുള്ള ചെറിയൊരു ക്യാൻഡിലിന്റെ പീസ് അതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് എണ്ണ അതിന്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ആ ക്യാൻഡിൽ ഞാനൊന്ന് കത്തിച്ച് വെക്കുന്നുണ്ട്. നമ്മളെ ക്യാൻഡിൽ നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് എംസാൻഡ് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് മെഴുകുതിരി വെച്ച് കൊടുത്ത് കത്തിച്ചിട്ടുള്ളത്. എണ്ണ ഫ്രഷ് ആയിട്ടുള്ള എണ്ണ എടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ പപ്പടമൊക്കെ പൊരിച്ചത് അതുപോലെ തന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ പൊരിച്ചതൊക്കെ എണ്ണ ബാലൻസ് ഉണ്ടെങ്കിൽ എടുത്താൽ മതിയാവും. ഈ വെള്ളത്തിന്റെ അടുത്തെത്തിയിട്ട് നമ്മളുടെ മെഴുകുതിരി വളരെ നന്നായിട്ട് തന്നെ കത്തുന്നുണ്ട്. അപ്പൊ രാത്രിയൊക്കെ 0 വോൾട്ട് ബൾബൊക്കെ കത്തിച്ച് വെക്കുന്നവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നേരം വെളുക്കുന്നത് വരെ തന്നെ അത് കത്തുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ തീപ്പെട്ടിയൊക്കെ ഈ മഴക്കാലത്ത് യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളത് പുറത്ത് തന്നെ വെക്കുകയാണെങ്കിൽ അത് തണുത്തിട്ട് പിന്നെ അത് കത്താൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരുന്നോളും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. മഴക്കാലമായാൽ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു വരുന്ന സമയത്ത് അതിൽ പൂപ്പൽ പിടിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് ചൂടായി വരും കേട്ടോ. പെട്ടെന്നൊന്നും ഇത് കേടാവത്തില്ല. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അരച്ചിട്ട് മിക്സി ജാർ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊടിക്കണം എന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചൂടുള്ള ബർണറിൽ ജസ്റ്റ് ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. മഴക്കാലത്ത് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു അസുഖമായിട്ട് അങ്ങനെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ വരുമല്ലേ. എന്നാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ലൈറ്റർ നിങ്ങൾ കണ്ടല്ലോ, നന്നായിട്ട് തുരുമ്പ് പിടിച്ച് നല്ല പഴക്കമുള്ള ഒരു ലൈറ്ററാണ്. അപ്പോൾ ഇതുപോലെ ഈ മഴയുള്ള സമയത്ത് നമുക്ക് ലൈറ്ററൊക്കെ കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് കത്തി കിട്ടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ ഗ്യാസൊക്കെ കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്തായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ചൂടിന് നന്നായിട്ട് നമ്മളുടെ ലൈറ്റർ വർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തീ അണച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ അത് തണുത്ത് പോകുമല്ലോ. അപ്പോൾ നമ്മളുടെ ലൈറ്റർ വീണ്ടും കത്താതിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളിത് കുറച്ച് അരി എടുത്തതിന് ശേഷം അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കും. നമ്മളെ ലൈറ്റർ എപ്പോൾ എടുത്താലും നന്നായിട്ട് കത്തുകയും ചെയ്യും. അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ എടുത്ത് വെച്ച വെള്ളത്തിലേക്ക് ഞാൻ 2-3 വെറ്റിലയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 5-6 കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ എരിവ് അധികമായിട്ട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറ്റിച്ച് ഒരു ഗ്ലാസ് 1/2 ഗ്ലാസ് ആവുന്നത് വരെ ആക്കിയതിന് ശേഷം തേനും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂടാനും അതുപോലെ തന്നെ കഫം മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ കിച്ചണിൽ ഇതുപോലെ ഗ്യാസിൽ എല്ലാ പണികളും കഴിയുമ്പോൾ ചട്ടി നല്ല ചൂടിലായിരിക്കും ഇരിക്കുക അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണങ്ങാനുള്ള തുണികളൊക്കെ കുറച്ച് സമയം നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ചൂടായി കിട്ടുന്നതാണ്.
ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് സിമ്മിലായിരിക്കണം കേട്ടോ. നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കരുത്. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നമ്മൾ എവിടെയും പോകരുത്. ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ നന്നായിട്ട് ഇത് ഉണക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നല്ല തണുപ്പുള്ള സമയത്ത് നമ്മൾ ഉപ്പ് കുറേ അധികം എടുത്ത് വെക്കുകയാണെങ്കിൽ അത് നനവ് വരുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഇതുപോലൊരു ചിരട്ടയുടെ പീസോ അല്ലെങ്കിൽ മരത്തവിയോ ഇതിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ഈർപ്പം വരില്ല. നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, ഉപ്പ് ഞാൻ ഇത്രയും യൂസ് ചെയ്ത് അടിഭാഗം വരെ ആയിട്ടുണ്ട്. എന്നാലും നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. മഴക്കാലം ആയാൽ തന്നെ പെട്ടെന്ന് കറണ്ട് പോകുമല്ലേ. അപ്പോൾ നമ്മളുടെ ഫ്രിഡ്ജിനുള്ളിലെ തണുപ്പ് പോവുകയും പെട്ടെന്ന് കറണ്ട് വരുമ്പോൾ നന്നായിട്ട് കംപ്രസർ വർക്കായി കറണ്ട് ബില്ല് കൂടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ചധികം ഐസ് ക്യൂബ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അടിയിൽ റാക്കിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കൂളിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന കൊതുകിനെ തുരത്താനുള്ള നല്ല കിടിലൻ ടിപ്സ് ആണ് കേട്ടോ. കൊതുകിനെ മാത്രമല്ല, ഈ ഒരു സ്മെല്ലിന് പാറ്റയും പല്ലിയും ഒന്നും നമ്മളുടെ വീടിന്റെ പരിസരത്തേക്ക് തന്നെ വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു സവാളയാണ്. എന്നിട്ട് അതിന്റെ നടുവിലുള്ള പോർഷൻ ഇതുപോലൊന്ന് ഞാനൊന്ന് ഹോളാക്കി എടുക്കുന്നുണ്ട്. ഇതൊരു സൈഡിലിരിക്കട്ടെ. അപ്പോഴേക്കും ഇതിലേക്ക് ഒരു മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2-3 വെളുത്തുള്ളിൻ്റെ അല്ലിയും കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കടുകെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു തിരിയും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ എണ്ണയിൽ ഡിപ്പ് ചെയ്തിട്ടൊന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് ഉറപ്പായിട്ടും പാറ്റ, പല്ലി, അതുപോലെ തന്നെ കുഞ്ഞീച്ചകളും വലിയ ഈച്ചകളൊന്നും കൊതുക് ഒന്നും തന്നെ വരുന്നതല്ല. ഈ സവാളയിൽ ധാരാളമായിട്ട് സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സ്മെല്ല് പ്രാണികൾക്കൊന്നും പിടിക്കില്ല. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ജീരകമായാലും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ല് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സന്ധ്യാസമയത്ത് നല്ല കൊതുകുള്ള സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരു 2 വിളക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കത്തിച്ച് വെക്കുക. ഇത് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. മഴക്കാലത്ത് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഫ്രിഡ്ജാണ് കേട്ടോ. ബാക്കിൽ ഈ കമ്പി വരുന്ന ടൈപ്പിലുള്ള ഫ്രിഡ്ജാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങാനുള്ള തുണികളൊക്കെ നമുക്ക് ഈ ഒരു കമ്പിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. തുണി ഇട്ട് കൊടുക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തുണികൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാവുന്നതാണ്. സാധാരണ എങ്ങനെയാണോ നമ്മൾ ഫ്രിഡ്ജ് ഓൺ ആക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ഓൺ ആക്കിയിട്ടിട്ട് ഇതുപോലെ തുണി വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കിത് ഉണങ്ങി കിട്ടും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡിൽ കംപ്രസർ വർക്ക് ആകുന്നത് പോലും ഈ സൈഡിലും ബാക്കിലൊക്കെ നല്ല ചൂടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ പെട്ടെന്നൊക്കെ നമുക്കൊരു യൂണിഫോമോ അല്ലെങ്കിൽ ഒരു പാൻസൊക്കെ ഉണക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇതുമൂലം യാതൊരു പ്രശ്നവും വരില്ല കേട്ടോ. കാരണം നമ്മൾ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്ത് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും എന്തായാലും നമ്മൾ ഈ ഒരു കമ്പിയിൽ മാത്രമാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് ഉപകാരപ്രദമായിട്ടുള്ള നല്ല നല്ല ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളത്. എല്ലാം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.